ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയ വിഷയത്തിൽ മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി മാധ്യമങ്ങളെ കാണുന്നു. മെയിലാണ് ഉള്ളത്. ഇപ്പം താഴെ ഉണ്ട്. അത് 23 സെപ്റ്റംബറിൽ കൊണ്ടുവന്നതാണ് ഹരിയാന സൂയിന്ന്. ഇന്ന് രാവിലെ 3 പെൺകുരങ്ങുകളാണ്. അത് ഈ പെൺകുരങ്ങുകൾ മരത്തിൻ്റെ മണ്ടയിലായതുകൊണ്ട് ആൺകുരങ്ങ് ഇപ്പം ഫ്രൂട്ട്സ് എടുക്കുന്നില്ല. അപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ഇങ്ങനെ താഴെ ആൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വിസിറ്റേഴ്സ് ഒന്നും ഇല്ലല്ലോ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ഇത് പുറത്ത് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സാധാരണ അങ്ങനെ പോകുമ്പം അങ്ങനെയാണ്. ചാടി ഇതുപോലെ ഒരു പ്രാവശ്യം ഇത്തിരി കുറച്ച് തിരിച്ച് വരുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണം അതാണ്. നിലവിൽ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇല്ല, കൂടിനടുത്ത് തന്നെ ആയതുകൊണ്ട്. പക്ഷേ നമുക്കറിയില്ല, എന്നാലും സാധ്യത ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങളത് തടയാൻ വേണ്ടിയിട്ട് കീപ്പേഴ്സ് എല്ലാം ജാഗരൂകരായിട്ട് നിൽപ്പുണ്ട്. മരത്തിൻ്റെ മണ്ടയിലായതുകൊണ്ട് പ്രതീക്ഷ എന്ന് വെച്ചാൽ അടുത്ത മരത്തിലോട്ട് ചാടുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മെഷേഴ്സ് നോക്കാം. കുറച്ച് നമ്മുടെ അതൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും നമ്മളായിട്ട് തന്നെ അല്ല, അത് ഓട്ടോമാറ്റിക് അതായിട്ട് തന്നെ നാച്ചുറലായിട്ട് വന്നില്ലെങ്കിൽ മാത്രമേ നമുക്കത് ആലോചിക്കേണ്ടതുള്ളൂ. ഫീഡിങ് ടൈം 11:30 മണിയാണ്. തിരിച്ച് അപ്പോൾ സമയം കഴിഞ്ഞു. നമ്മൾ ആ സമയം കണക്കാക്കി വെച്ചിട്ടുണ്ട് ഫുഡ്. സാധാരണ ഇത് അകത്ത് ഒരു കുരങ്ങ് പുറത്ത് അകത്തുണ്ടല്ലോ, ബാക്കി 3 കുരങ്ങാണ്. സ്വാഭാവികമായി ഇറങ്ങി വരുന്നതാണോ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്? അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിനെ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കാതെ അത് സ്വാഭാവികമായി വരുന്നതാണ് നല്ലത്. ഇല്ല, ഇങ്ങനെ ഇന്നലെ രാത്രി ഉണ്ടായ മഴയിൽ സംഭവിച്ചതാണത്. മുള ഇങ്ങനെ ചാഞ്ഞ് വന്ന വെയിറ്റ് കൂടിയപ്പോൾ മഴവെള്ളത്തിൻ്റെ ഭാരം കൊണ്ട് മുള ചാഞ്ഞു പോയതാണ്. കൂട്ടിനകത്തല്ല, ഓപ്പൺ എൻക്ലോഷറാണ്. ചാഞ്ഞു പുറത്താണ്, കൂടിൻ്റെ പുറത്താണ്. ഈ കൂടുമായിട്ട് ഒരുപാട് കുറച്ച് ദൂരം അകലെയാണ് ഈ മുളങ്കൂട്ടം ഉള്ളത്. ഒരു ബ്രാഞ്ചാണ് വളർന്ന് വന്നത്. അത് നമുക്ക് ശരിക്കും അത് നിവർന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇത് താഴോട്ട് വരില്ല. ഇതിപ്പം ചാഞ്ഞത് കൊണ്ടാണ് കൂടിനകത്തോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഇത് കൂടിനൊക്കെ പുറത്താണ്. അതാണ് അതിനാണ് സാധ്യത. അതാണ് ഞങ്ങൾ കാക്കുന്നത്. മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിലവിൽ മൃഗശാലയിൽ നിന്ന് 3 ഹനുമാൻ കുരങ്ങുകൾ ചാടിപ്പോയ വിഷയത്തിൽ കൂടുതൽ ഇവ മൃഗശാല വളപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന നിലയ്ക്കൊരു ആശങ്കയില്ല. തനിയെ തിരികെ കൂട്ടിലേക്ക് വന്ന് കയറും എന്നൊരു പ്രതീക്ഷയിലാണ്. ആ നിലയ്ക്കൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. ഏതെങ്കിലും നിലയ്ക്ക് പുറത്തേക്ക് ചാടിപ്പോകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് തടയാനുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നും മൃഗശാല ഡയറക്ടർ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞു.